കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഒരു വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടി ചികിത്സയിൽ തുടരുകയാണ്. നിപ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ കുട്ടിയുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഐസൊലേഷൻ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം, ആരോഗ്യവകുപ്പ് ഒക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KT സ്വാലിഹ ചേരുകയാണ്. സ്വാലിഹ, പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലവും പോസിറ്റീവ് ആകുന്നു. ആരോഗ്യമന്ത്രി അക്കാര്യം വിശദീകരിക്കുന്നു. സ്വാഭാവികമായും ജാഗ്രത ഒരു പടി കൂടി എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനം ഒന്നാകെ കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ? അഷിത, ഈ നിപ്പ ഇപ്പോൾ സ്ഥിരീകരണം, ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനാ ഫലം ലഭ്യമായിരിക്കുന്നു. കേരളത്തിൽ നടത്തിയ 2 വൈറോളജി ലാബുകളിൽ നടത്തിയ പരിശോധനയിലും നേരത്തെ നിപ്പ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ പൂനെയിലെ ഒരു സ്ഥിരീകരണം വരാനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ വേണ്ട നടപടിക്രമങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, മുൻകരുതലുകൾ, ജാഗ്രതാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നിലവിൽ കുട്ടിയുമായി ബന്ധപ്പെട്ടവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമം തുടരുകയാണ്. വളരെ അടുത്ത ഇടപഴകിയ 15 പേരെ നേരത്തെ തന്നെ ഐസൊലേഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പേർ, ഏതാണ്ട് 30ഓളം പേർ നിലവിൽ തന്നെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 മുറികൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം 6 ബെഡുകളുള്ള ഒരു ICU വാർഡും ഇതിനായി ആരോഗ്യവകുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് ഇവിടെ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മലപ്പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ കൂടുതൽ പേരുടെ സേവനം ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. ഈ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. അങ്ങനെ വളരെ അടുത്ത ബന്ധം പുലർത്തിയ, സഹവാസമുണ്ടായിരുന്ന മുഴുവൻ പേരുടെയും പട്ടിക തയ്യാറാക്കുകയാണ്. ഏതാണ്ട് 6-ാം തീയതി മുതൽ കുട്ടിക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പന്തല്ലൂരിലെ ഒരു ക്ലിനിക്കിൽ, അതിനുശേഷം 2 തവണ PKM ആശുപത്രി, പാണ്ടിക്കാട്ട് സ്വകാര്യ ആശുപത്രിയിൽ, പിന്നീട് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ എത്തുന്നു. 15-ാം തീയതിയാണ്. 15 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 15 വയസ്സുകാരന്റെ കോൺടാക്ട് ലിസ്റ്റിൽ കൂടുതലുള്ളത് വിദ്യാർത്ഥികളായിരിക്കും, സഹപാഠികളായിരിക്കും. അപ്പോൾ ആ നിലയിലൊരു സംശയം ഇപ്പോൾ സ്വാലിഹ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള 15 പേരിൽ സ്കൂളിലുള്ള സഹപാഠികളും അധ്യാപകരോ വിദ്യാർത്ഥികളോ ആ നിലയിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവർ 4 പേരടങ്ങുന്ന സംഘം ഒരുമിച്ച് ഉണ്ടായിരുന്നതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. അത് വൈറൽ പനിയാണ് ആയാണ് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരെ 4 പേരെയും നിലവിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ കുട്ടികൾ, ഇവർ സ്കൂളിലൊക്കെ പോയതുകൊണ്ട് നേരിട്ട് ഇടപഴകിയ കുട്ടികളുണ്ടോ എന്ന ഒരു പരിശോധിച്ചു വരികയാണ്. ഇക്കാര്യത്തിലെല്ലാം തന്നെ ദേശീയ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നത്.